ഹായ് എവരിവൺ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ജർമ്മനി സ്റ്റഡീസിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ജർമ്മനി ഓപ്പർച്യൂണിറ്റീസ്, അഡ്മിഷൻ പ്രോസസ്, സ്റ്റുഡൻസ് മെയിൻ ആയിട്ട് ഒരു ഡോക്യുമെന്റേഷനിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ എൻ്റെ കൂടെ ഉള്ളത് എൻവൈടി സ്റ്റഡി അബ്രോഡിലെ സീനിയർ കൺസൾട്ടന്റ് മിസ് മീനു ജോർജ് ആണ്. ഹായ് മീനു, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. എന്തുകൊണ്ടാണ് ജർമ്മനി ഇപ്പോൾ ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആയിട്ട് സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്യുന്നത്? ജർമ്മനി വൺ ഓഫ് ദ മേജർ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ലൈക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റീസ്, അതും വേൾഡ് റാങ്കിങ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളതാണ്. അതും ലൈക്ക് 100% സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. പിന്നെന്താ, ജർമ്മൻ ആസ് വെൽ ആസ് ഇംഗ്ലീഷ് ഡോട്ട് പ്രോഗ്രാംസും അവൈലബിൾ ആണ്. പിന്നെ ഇൻഡസ്ട്രിയൽ ലിങ്ക്സ് വളരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസും വളരെ അധികം വൈഡാണ്. ജർമ്മനി എന്ന് പറയുമ്പോൾ ഒരു ഷെങ്കൻ കൺട്രി ആണ്. എന്തൊക്കെയാണ് ഷെങ്കൻ കൺട്രീസിന്റെ ബെനിഫിറ്റ്? ഷെങ്കൻ കൺട്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറൌണ്ട് ഒരു 29 ഷെങ്കൻ കൺട്രീസ് ഉണ്ട്. അപ്പൊ നമുക്കൊരു ജർമ്മനി സ്റ്റുഡന്റ് വിസയിൽ പോകുന്നൊരു കുട്ടിക്ക് കിട്ടുന്നത് ഷെങ്കൻ വിസയാണ്. അപ്പൊ ഇറ്റ്സ് ലൈക്ക് ആൻ എൻട്രി ടു ദീസ് 29 കൺട്രീസ്. അപ്പൊ അവർക്ക് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാം വിത്ത് സിംഗിൾ വിസ. അപ്പോൾ ഇൻ ഫ്യൂച്ചർ ഈ അവരുടെ ലൈക്ക് അവരുടെ സ്റ്റഡി പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു എംപ്ലോയ്മെന്റ് സെർച്ച് ചെയ്യാനായിട്ടാണെങ്കിലും അവർക്ക് ഷെങ്കൻ വിസയിൽ തന്നെ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അബ്രോഡ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് നമ്മളിപ്പോൾ ജർമ്മനി ഓപ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു ഫുൾ ടൈം ജോബിന്, അതല്ല എങ്കിൽ പാർട്ട് ടൈം ജോബിന്, ഒരു ഫ്യൂച്ചർ സെറ്റിൽമെന്റിന് IELTS മാത്രം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം പോസിബിൾ ആണോ, മതിയാകുമോ? ലൈക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് ലൈക്ക് എന്താ പറയാ, ജർമ്മൻ ലാംഗ്വേജ് ഇസ് നോട്ട് ലൈക്ക് എ മാൻഡേറ്ററി റിക്വയർമെന്റ് ഫോർ ഓൾ ദി യൂണിവേഴ്സിറ്റീസ്. ഫോർ എക്സാമ്പിൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ പറയുകയാണെങ്കിൽ IELTS ആണ് മാൻഡേറ്ററി റിക്വയർമെന്റ് വരുന്നത്. ജർമ്മൻ ലാംഗ്വേജ് ഇസ് നോട്ട് എ മാൻഡേറ്ററി റിക്വയർമെന്റ്. ഇനി പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്ക് വരികയാണെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് ഇംഗ്ലീഷ് ഡോട്ട് പ്രോഗ്രാംസും ഉണ്ട്, ആസ് വെൽ ആസ് ജർമ്മൻ ഡോട്ട് പ്രോഗ്രാംസ് ഉണ്ട്. ഇംഗ്ലീഷ് ഡോട്ട് പ്രോഗ്രാംസ് ചൂസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ അവിടെയും IELTS മതി. ഇനി ജർമ്മൻ ഡോട്ട് പ്രോഗ്രാംസിലേക്ക് പോകുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അവിടെ B2 ലെവൽ ഇസ് എ മാൻഡേറ്ററി റിക്വയർമെന്റ്. ഈവൻ ദോ ഇതൊക്കെയാണ് സിറ്റുവേഷൻ എങ്കിലും നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് അഡ്വൈസ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ബേസ് ലെവൽ, അറ്റ്ലീസ്റ്റ് ഒരു A1 ലെവലെങ്കിലും എടുത്തിട്ട് പോകാന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ലൈക്ക് നമ്മളുടെ വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്ന് ജോലി എടുക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ ഇവിടെ ലോക്കൽസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ലാംഗ്വേജിലായിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ അവിടെ സ്റ്റുഡന്റ് എത്തി അവർക്ക് ഒരു പാർട്ട് ടൈം ജോബിന് നോക്കുമ്പോഴത്തേക്കും അവർ കൂടുതലും ഇന്ററാക്ഷൻ വരുന്നത് അവിടുത്തെ ലോക്കൽസ് ആയിട്ടായിരിക്കും. അപ്പൊ ലോക്കൽസിന് എല്ലാവർക്കും ലൈക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയണം എന്ന് നിർബന്ധമില്ല. ദേ മോസ്റ്റ്ലി പ്രിഫേഴ്സ് ജർമ്മൻ ലാംഗ്വേജ്. അങ്ങനെ നോക്കുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ഇസ് ലൈക്ക് മാൻഡേറ്ററി റിക്വയർമെന്റ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് എ ബെനിഫിഷ്യൽ ഫോർ ദി ഫ്യൂച്ചർ. ഇനിഷ്യലി പബ്ലിക് യൂണിവേഴ്സിറ്റി ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ ബെനിഫിറ്റ് സ്റ്റുഡൻസിന്? പബ്ലിക് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും റിസർച്ച് യൂണിവേഴ്സിറ്റീസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റിസർച്ച് ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലും പബ്ലിക് യൂണിവേഴ്സിറ്റീസ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ അത് കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലീഷ് ആസ് വെൽ ആസ് ജർമ്മൻ ഡോട്ട് പ്രോഗ്രാംസും പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ അവൈലബിൾ ആണ്. നോർമലി ജർമ്മനി എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ബിടെക് അല്ല എഞ്ചിനീയേഴ്സ് കഴിഞ്ഞൊരു സ്റ്റുഡൻസിനുള്ള ഒരു ഹബ്ബായിട്ടാണ് പറയുന്നത്. നിലവിലുള്ള ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഈ എഞ്ചിനീയേഴ്സിന് മാത്രമാണോ ഓപ്പർച്യൂണിറ്റി ഉള്ളത്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ജർമ്മനി എന്ന് കേൾക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എഞ്ചിനീയേഴ്സിന്റെയും അതുപോലെ IT-യുടെയും ഒരു ഹബ്ബായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നെങ്കിലും ഈവൻ ഫിനാൻസ് സെക്ടേഴ്സിനും ആസ് വെൽ ആസ് മാനേജ്മെന്റ് ഈ ഒരു സെക്ടേഴ്സും എപ്പോഴും ബൂമിംഗ് ആണ്. കോവിഡ് കഴിഞ്ഞ് 2023 നമ്മൾ അബ്രോഡ് സ്റ്റഡീസ് പ്ലാൻ ചെയ്യുമ്പം ജർമ്മനി എന്നുള്ള കൺട്രി അത്രയധികം പോപ്പുലർ ആയി വന്നിട്ടില്ല. ബട്ട് ഒരു 2024 മിഡ് അല്ലെങ്കിൽ ഇപ്പം അബ്രോഡ് സ്റ്റഡീസ് പ്ലാൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് ജർമ്മനി. എന്തൊക്കെയാണ് മേജർ ചേഞ്ചസ് ഈ ഒരു റീസെന്റ് ടൈമിൽ ജർമ്മനിയിൽ വന്നത്? ശരിയാണ്. ബൈ ലൈക്ക് പറയുകയാണെങ്കിൽ ഒരു ജൂൺ 2024 ആ ഒരു സമയത്താണ് ഈ ഒരു ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏർലിയർ നമുക്കൊരു സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇറ്റ് വാസ് ലൈക്ക് 8 ഇയേഴ്സ്. പക്ഷെ ഇപ്പൊ അത് 5 ഇയേഴ്സ് ആയിട്ട് ചുരുക്കി. പിന്നെ അതുകൂടാതെ ജോബ് സീക്കർ വിസ എന്നുള്ളൊരു 6 മന്ത്സ് ഡ്യൂറേഷനിലാണ് ആദ്യം അവർ ഇഷ്യൂ ചെയ്തിരുന്നത്. ഇപ്പൊ അത് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്നുള്ള ഒരു പുതിയ സ്കീം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഫോർ എ 1 ഇയർ ഡ്യൂറേഷൻ. അതായത് അവർക്ക് അവിടെ പോയിട്ട് ജോബ് സീക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അബ്രോഡ് സ്റ്റഡീസ് പ്ലാൻ ചെയ്ത് വരുന്ന ഒരു ടൈമിൽ മേജർ ഡൗട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട്, ലിവിങ് എക്സ്പെൻസ് ഷോമണി ആയിട്ട് കാണിക്കണോ, ജർമ്മനിയുടെ കേസിൽ നമ്മൾ എമൗണ്ട് അങ്ങോട്ട് ക്യാരി ചെയ്യണോ, എങ്ങനെയായിരിക്കും ആ ഒരു പ്രോസസ്സ് വരുന്നത്? ഇപ്പൊ ജർമ്മനിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ UK-യിലുള്ള പോലെ ഒരു ഷോ മണി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല.
അവിടെ ലൈക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആണ്. അതായത് നമ്മൾ ഇവിടുന്ന് വിസയ്ക്ക് ഫയൽ ചെയ്യുന്നതിന് മുന്നായിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ജർമ്മനിയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ് അവിടുത്തെ ബാങ്കിൽ. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് അറൗണ്ട് ഒരു 11,904 യൂറോസ് ദാറ്റ് കംസ് അറൗണ്ട് 10 to 11 lakhs നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ നമ്മൾ ഇവിടുന്ന് തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. വൺസ് അവിടെ കുട്ടി എത്തിയതിന് ശേഷം കുട്ടിക്ക് അത് ഈക്വൽ ലൈക്ക് ഒരു എത്ര ഡ്യൂറേഷനിലേക്കാണ് കുട്ടി പോകുന്നത് ആ ഒരു മന്ത്ലി വൈസ് അവർക്ക് ഇത്ര എമൗണ്ട് വെച്ചിട്ട് വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓരോ കൺട്രിയിലും ഡോക്യുമെന്റ്സിന്റെ റിക്വയർമെന്റ് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. സോ ജർമ്മനിയിൽ നമുക്ക് അങ്ങനെ അഡീഷണൽ റിക്വയർമെന്റ് ഡോക്യുമെന്റ്സിന് അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരുമോ? യെസ്, ഓഫ് കോഴ്സ്. ജർമ്മനിയിലേക്ക് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുമ്പോൾ മേജർ ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നതാണ് APS എന്ന് പറയുന്നത്. APS എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബാച്ചിലേഴ്സ് കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 10th മുതൽ അവരുടെ ബാച്ചിലേഴ്സ് വരെയുള്ള എല്ലാ അക്കാഡമിക് ഡോക്യുമെന്റ്സിന്റെയും ഒതന്റിസിറ്റി ചെക്ക് ചെയ്യുന്നതാണ്. അത് ജർമ്മൻ എംബസി കൊണ്ടുവന്നിരിക്കുന്ന ഒരു മെഷറാണ്. ലൈക്ക് കോവിഡ് ടൈംസിൽ അതിന് മുന്നേറ്റ് ഒരുപാട് ഫേക്ക് ഡോക്യുമെന്റ്സ് വെച്ചിട്ട് കുട്ടികൾ കയറി പോയായിരുന്നു. അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ട് ഇവരെ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മെഷറാണ് EPS എന്നുള്ളത്. ഇതിന്റെ വാലിഡിറ്റി പറയാനാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് അൺലിമിറ്റഡ്. APS എന്നുള്ളൊരു ഡോക്യുമെന്റ് ഇനിഷ്യൽ ആപ്ലിക്കേഷൻ പ്രോസസ്സിന് മാൻഡേറ്ററി ആയിട്ട് വേണ്ടതാണോ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് കൈൻഡ് ഓഫ് യൂണിവേഴ്സിറ്റി യു ആർ അപ്ലൈങ് ടു. ലൈക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റി ആണോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണോ? ചില യൂണിവേഴ്സിറ്റീസിന് ആദ്യമേ ഇതൊരു റിക്വയർമെന്റ് ആയിട്ട് വരുന്നില്ല. എന്ന് വെച്ചാൽ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വിസയ്ക്ക് സ്ലോട്ട് എടുക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും APS സർട്ടിഫിക്കറ്റ് എന്നുള്ളത് മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ്. കാരണം APS സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമുക്ക് വിസയ്ക്ക് സ്ലോട്ട് കിട്ടില്ല. സോ നോർമലി മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് ഒരു സ്റ്റുഡന്റ് പോകണമെങ്കിൽ മൈറ്റ് ബി ഒരു ഗ്യാപ്പ് വരും. ഇപ്പൊ 2015-ലൊക്കെയാണ് ബാച്ചിലേഴ്സ് കഴിഞ്ഞ് കുറെ സ്റ്റുഡൻസ് കാണും. ഇപ്പൊ ഒരു ഗ്യാപ്പ് എന്നുള്ളത് മാസ്റ്റേഴ്സ് അഡ്മിഷന് ഒരു ഇഷ്യൂസ് വരുന്നുണ്ടോ ജർമ്മനിയിൽ? ഗ്യാപ്പ് ഇസ് ലൈക്ക് നോട്ട് ആൻ ഇഷ്യൂ, ബട്ട് ലൈക്ക് നമ്മളൊരു പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം എന്നുള്ളതാണ്. ലൈക്ക് നമ്മൾ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു 35 ആണ് നമ്മളൊരു ഏജ് ലിമിറ്റ് എടുക്കുന്നത് അപ്ലൈ ചെയ്യാനായിട്ട്, മാസ്റ്റേഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഈ ഒരു അബ്രോഡ് സ്റ്റഡീസ് ജേർണിയിൽ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് വിസ റിജക്ഷൻ അല്ലെങ്കിൽ വിസ റെഫ്യൂസൽ. സോ ജർമ്മനി സ്റ്റുഡന്റ് വിസ റെഫ്യൂസലിന് അങ്ങനെ ഒരു പോസിബിലിറ്റി വരാതിരിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ഡോക്യുമെന്റേഷൻ പാർട്ടിൽ ശ്രദ്ധിക്കേണ്ടത്? റെഫ്യൂസൽ ഉണ്ടോന്ന് ചോദിച്ചാൽ എന്ന് വെച്ചാൽ ഒരുപാടില്ല, ലൈക്ക് ഒരുപാട് റിജക്ഷൻസ് വരുന്നില്ല. പിന്നെ റിജക്ഷൻസ് വരാനായിട്ടുള്ള ലൈക്ക് മേജർ റീസൺസ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒന്ന് നമ്മുടെ മോട്ടിവേഷൻ ലെറ്റർ പ്രിപ്പയർ ചെയ്യുന്നത്. ലൈക്ക് നമ്മളിത് ഇപ്പോൾ AI കാലമാണല്ലോ, അപ്പോൾ ഒരുപാട് പേരും ഇപ്പോൾ ഒരു SOP റെഡി ആക്കണമെങ്കിൽ നേരെ സ്ട്രേറ്റ് ലൈക്ക് ദേ പുട്ട് ഇൻ ടു ദിസ് AI ആൻഡ് ദേ ഗെറ്റ് എവറിത്തിങ് കോപ്പി ഫ്രം AI. അവിടെ നിന്ന് തന്നെ കോപ്പി ചെയ്ത് നമ്മളത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. പ്ലേഗറിസം, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് പ്ലേഗറിസം. കോപ്പി ചെയ്യാന്നുള്ള കോൺസെപ്റ്റ് ഒഴിവാക്കാം. അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് റിജക്ഷൻ ആണ്. അങ്ങനെയുള്ള ഡോക്യുമെന്റേഷൻ പാർട്ടിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ വേറെ ഇഷ്യൂസ് ഉണ്ടാവില്ല. സോ ഇനിഷ്യലി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എഞ്ചിനീയേഴ്സിന് മാത്രമല്ല വേറെ പല മേജർ ഇൻഡസ്ട്രിയിലുള്ള സ്റ്റുഡൻസിനും ഇപ്പൊ നിലവിൽ ജർമ്മനിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന്. സോ അങ്ങനെ ഒരു 1-2 മേജർ ബ്രാൻഡ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഒന്ന് മെൻഷൻ ചെയ്യാൻ പോസിബിൾ ആണോ? ലൈക്ക് SAP, Adidas, Mercedes Benz, Porsche, ലൈക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഇൻഡസ്ട്രീസ് ഉണ്ട്. ഓരോ കൺട്രീസിനും ഓരോ പെർമിറ്റ് റിക്വയർമെന്റ്സ് പറയുന്നുണ്ട്, അവിടെ വർക്കിനാണെങ്കിലും സ്റ്റേക്കാണെങ്കിലും. സോ ജർമ്മനിയിൽ അങ്ങനെ എന്തെങ്കിലും പെർമിറ്റിന്റെ ഓപ്ഷൻസ് അല്ലെങ്കിൽ റിക്വയർമെന്റ് വരുന്നുണ്ടോ സ്റ്റുഡൻസിന്? അതെ, ജർമ്മനി റെസിഡൻസ് പെർമിറ്റ് കാർഡാണ്. അതായത് ലൈക്ക് ഇറ്റ് ഇസ് ലൈക്ക് എ പെർമിറ്റ് ടു സ്റ്റഡി വർക്ക് ആൻഡ് ലിവ് ഇൻ ജർമ്മനി. അത് വൺസ് സ്റ്റുഡൻറ് അവിടെ ജർമ്മനിയിൽ റീച്ച് ആയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ എൻറോൾമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു കാർഡ് എടുക്കുക എന്നുള്ളതാണ്. സോ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അബ്രോഡ് സ്റ്റഡീസ് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു മേജർ റീസൺ പാർട്ട് ടൈം ജോബും കൂടെയാണ്. സോ ജർമ്മനിയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് എത്രത്തോളം പാർട്ട് ടൈം ജോബ് അവർക്ക് അവൈലബിൾ ആയിരിക്കും? ലൈക്ക് ഏതൊരു ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ മേജർ കൺസേൺ ആണ്. ലൈക്ക് നമുക്ക് വരുന്ന സ്റ്റുഡന്റ് എൻക്വയറിയിലും കൂടുതലും ചോദിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് അവൈലബിൾ ആണ്. യെസ്, ഓഫ് കോഴ്സ് പാർട്ട് ടൈം ജോബ് അവൈലബിൾ ആണ്. ലൈക്ക് നമ്മളുടെ ഇവിടുത്തെ പോലെ കഫേസ്, പെട്രോൾ പമ്പ്സ്, അങ്ങനെയുള്ള പിന്നെ കസ്റ്റമർ റിലേഷൻസ്, ഇതിലൊക്കെ നമുക്ക് പാർട്ട് ടൈം ജോബ്സ് അവൈലബിലിറ്റി ഉണ്ട്. അതിലും ലൈക്ക് അറൗണ്ട് ഒരു 10 to 12 യൂറോസ് അറൗണ്ട് നമുക്ക് പെർ അവർ ഏൺ ചെയ്യാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ജോബ് യു ഗെറ്റ്. അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ പെർ അവർ റേറ്റ് നിശ്ചയിക്കുന്നത്. ഈ ഒരു വിസ പ്രോസസ് ജേർണി എങ്ങനെയായിരിക്കും ജർമ്മനിയിൽ? ഇനിഷ്യൽ ഒരു ആപ്ലിക്കേഷൻ സ്റ്റേജ് തൊട്ട് ഒരു ഔട്ട്കം വരെയുള്ള ജേർണി എങ്ങനെയായിരിക്കും? ജേർണി സ്റ്റാർട്ട്സ് ഫ്രം യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നത് മുതലാണ്
അപ്പോൾ അവിടെ നിന്ന് ലൈക്ക് വൺസ് ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്നത് കണ്ടീഷണൽ അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും കണ്ടീഷൻസ് നമുക്ക് അതിൽ മീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ലൈക്ക് അക്കാഡമിക് കണ്ടീഷൻസ് ആണെങ്കിൽ അതിന് വേണ്ടുന്ന ഡോക്യുമെന്റ്സ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യാം. വൺസ് നമുക്ക് അൺകണ്ടീഷണൽ ഓഫർ റിസീവ് ആയി കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റേജ് ഇസ് പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിസയ്ക്ക് പോകുന്നതിന് മുന്നായിട്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ബ്ലോക്ക്ഡ് അക്കൗണ്ടിലേക്ക് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ദാറ്റ് ഇസ് ലൈക്ക് ഞാൻ ഏർലിയർ മെൻഷൻ ചെയ്ത പോലെ അറൌണ്ട് ഒരു 11,904 euros എന്നുള്ളത് നമ്മുടെ ഒരു 10 to 11 lakhs ഇന്ത്യൻ റുപ്പിയിൽ വരുമ്പോഴത്തേക്കും അത് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ ജർമ്മനിയിലെ ഒരു ബാങ്കിലേക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അവിടത്തേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. വൺസ് അതിൻ്റെ ആപ്ലിക്കേഷൻ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേപ്പേഴ്സും കൂടി കിട്ടിയതിന് ശേഷം അതുകൂടാതെ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഇൻഷുറൻസും കൂടി എടുക്കണം. അതും കൂടി എടുത്തതിന് ശേഷമാണ് വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. വിസയ്ക്ക് സ്ലോട്ട് എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലൈക്ക് ഇച്ചിരി പാടാണ് വിസയ്ക്ക് സ്ലോട്ട് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് നോക്കി നമ്മളതിൻ്റെ ടൈം സ്ലോട്ട് എടുക്കണം. അതും നമ്മൾ ആദ്യം മെൻഷൻ ചെയ്തു APS ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിസയ്ക്ക് സ്ലോട്ട് കിട്ടുള്ളൂ. പിന്നെ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറൌണ്ട് ഒരു 25 to 35 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നമുക്ക് വിസ ഔട്ട്കം കിട്ടും. സോ വൺസ് വിസ ഗ്രാൻഡ് ആയി കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഒരു ഹാപ്പി ആ ഒരു മൊമെന്റിലായിരിക്കും. ബട്ട് ഒരു ഇനിഷ്യൽ പ്രോസസ്സ് തൊട്ട് പേരൻസിൻ്റെ ഒരു മേജർ കൺസേൺ ആണ് സേഫ്റ്റി. സോ അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഉള്ളൊരു ഇനിഷ്യൽ അക്കോമഡേഷൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സർവീസ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പോസിബിൾ ആണോ? ഇപ്പൊ ലൈക്ക് നമ്മളുടെ ഏജൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ യൂണിവേഴ്സിറ്റിയുടെ സെലക്ഷൻ മുതൽ വിസ പ്രോസസ്സിംഗ്, ടിക്കറ്റിംഗ് അങ്ങനെയുള്ള എല്ലാം നമ്മളുടെ ത്രൂ തന്നെ എല്ലാം ചെയ്യാം. ഇറ്റ് ഈസ് ഓൾ അണ്ടർ വൺ റൂഫ്. നമ്മളിവിടെ തന്നെ എല്ലാം പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ ഇവരവിടെ എത്തിയതിനു ശേഷം അവരുടെ എയർപോർട്ട് പിക്കപ്പും അതുകൂടാതെ അവരുടെ അക്കോമഡേഷൻ്റെ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സർവീസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസിൽ അവൈലബിൾ ആണ്. സോ താങ്ക് യു മീനു, താങ്ക് യു സോ മച്ച്. ഒരു ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. നമ്മൾ ജർമ്മനി സ്റ്റഡി അബ്രോഡിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനി ടൈം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ ഇനൊരു നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് പോഡ്കാസ്റ്റ് ആയിട്ട് നമ്മൾ വരും. സോ താങ്ക് യു ഗൈസ്, സ്റ്റേ ട്യൂൺ.